EPFOയിൽ മാറ്റങ്ങൾ വരികയാണ്. വലിയ മാറ്റങ്ങൾ. ഉദാര നടപടികളാണ് പലതും. അതിലേറ്റവും പ്രധാനം പ്രൊവിഡന്റ് ഫണ്ടിലെ തുക ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ 100% വരെ പിൻവലിക്കാമെന്നത് തന്നെ. പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം വ്യക്തമാക്കാതെ തന്നെ ഫണ്ട് പിൻവലിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകുന്നത്. തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ നേരത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ EMI തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ EPF അംഗങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ 90% വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ 100% ഉയർത്തിയത്. എല്ലാ ഭാഗിക പിൻവലിക്കലിനും ഏറ്റവും കുറഞ്ഞ സേവന കാലാവധി 12 മാസമായി ഏകീകരിച്ചിട്ടുണ്ട്. EPF സ്കീമിലെ 13 വകുപ്പുകളെ ഏകീകരിച്ച് 3 വിഭാഗമാക്കിയാണ് പിൻവലിക്കൽ ഉദാരമാക്കിയിട്ടുള്ളത്. രോഗം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ അവശ്യ കാര്യങ്ങൾ, ഭവന നിർമ്മാണം, പ്രകൃതി ദുരന്തം, സ്ഥാപനം അടച്ചുപൂട്ടൽ, തുടർച്ചയായ തൊഴിലില്ലായ്മ, മഹാമാരി തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് 10 തവണയും വിവാഹത്തിന് 5 തവണയും വരെ പണം പിൻവലിക്കാം. ഇത് നേരത്തെ വിദ്യാഭ്യാസം, വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് 3 തവണയായി മാത്രമേ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കുന്നതിന് അംഗങ്ങൾ കാരണങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇല്ല എന്നതാണ്. അംഗങ്ങളുടെ അക്കൗണ്ടുകളിലെ 25% തുക മിനിമം ബാലൻസ് എന്ന പേരിൽ നിലനിർത്താനും സൗകര്യമൊരുക്കുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കുമായി സഹകരിച്ച് പെൻഷൻകാർക്ക് വീട്ടിലിരുന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും അവസരം നൽകും. ഇതിന്റെ മുഴുവൻ ചെലവും EPFO വഹിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ പെൻഷൻകാർക്കായിരിക്കും ഇത് ഏറെ സഹായകമാവുക. സേവനങ്ങൾ നവീകരിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ പരിവർത്തന ചട്ടക്കൂടിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. ക്ലെയിമുകൾ വേഗത്തിലാക്കാനും തടസ്സങ്ങളില്ലാത്ത സേവനങ്ങൾ നൽകാനും ഇത് സഹായിക്കും. അതേസമയം വിരമിക്കുന്നതിന് മുമ്പ് EPF അന്തിമമായി തീർപ്പാക്കാനുള്ള കാലാവധി നിലവിലെ 2 മാസത്തിൽ നിന്ന് 12 മാസമാക്കും. PF വിഹിതമടയ്ക്കൽ വൈകിയാൽ പിഴ ഈടാക്കുന്നതിനെതിരായ കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ വിശ്വാസ് പദ്ധതിയും നടപ്പാക്കും. ഈ പദ്ധതി പ്രകാരം വിഹിതമടയ്ക്കാൻ വൈകിയാൽ ഈടാക്കുന്ന പിഴ മാസത്തിൽ 1% കുറയ്ക്കും. എന്നാൽ മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനം ആയില്ല. ഏതായാലും മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് പേർക്ക് ഗുണകരമാകും.